कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः. ഭാഗവത കഥകൾ 19. വിദുരർ മൈത്രേയ മഹർഷിയോട് ഇങ്ങനെ ചോദിച്ചു: മനുവിന്റെയും ശതരൂപയുടെയും പിന്നീടുള്ള പരമ്പര, വംശം, വ്യാപ്തി എന്നിവയെക്കുറിച്ച് അങ്ങെനിക്ക് പറഞ്ഞു തരിക. അതോടെ മൈത്രേയ മഹർഷി മനു ശതരൂപ വംശത്തെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു തുടങ്ങി. മനുവിനെ ശതരൂപയിൽ പ്രിയവ്രതൻ, ഉത്തനാപാദൻ എന്നീ 2 പുത്രന്മാരും ആകൂതി, പ്രസൂതി, ദേവഹൂതി എന്നീ പുത്രിമാരും ആണ് ഉണ്ടായത്. ബ്രഹ്മാവിന്റെ പുത്രന്മാരായ രുചി ആകൂതിയെയും ദക്ഷൻ പ്രസൂതിയെയും ഭാര്യയായി സ്വീകരിച്ചു. ദേവഹൂതിയെ കർദമനാണ് വിവാഹം ചെയ്തത്. വളരെ വിശേഷകരമായ ഒരു വിവാഹമായിരുന്നു ഇവരുടേത്. കർദമൻ രൂപം കൊണ്ട ഉടനെ ബ്രഹ്മദേവൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: പ്രജകളെ സൃഷ്ടിച്ച് എന്നെ സൃഷ്ടികർമ്മത്തിൽ സഹായിക്കുക. സൃഷ്ടികർമ്മത്തിനായി തനിക്ക് ഉത്തമയായ ഒരു ഭാര്യയെ ലഭിക്കണം എന്നുദ്ദേശിച്ച് കർദമൻ സരസ്വതീ തീരത്ത് കഠിന തപസ് ചെയ്തു തുടങ്ങി. ഈ തപസ്സിൽ സംപ്രീതനായ മഹാവിഷ്ണു അദ്ദേഹത്തിനു മുന്നിൽ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ച 4 കൈകളോടും പുഷ്പമാലകൾ ധരിച്ച്, നിർമ്മലമായ പട്ടുവസ്ത്രം ധരിച്ച്, കിരീടധാരിയായ നയന മനോഹര രൂപത്തോടെ ഗരുഡന്റെ പുറത്ത് കഴുത്തിൽ പാദങ്ങൾ വെച്ച് പ്രത്യക്ഷപ്പെട്ടു. തപസ്സിലാണ്ടിരിക്കുന്ന കർദമനെ കണ്ട ഭഗവാൻ സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. ഈ കണ്ണുനീർത്തുള്ളികൾ അടുത്തുള്ള തടാകത്തിൽ വീഴുകയുണ്ടായി. അതോടെ ആ പ്രദേശത്തിന് ബിന്ദുസരസ് എന്ന പേര് വീണു. ഭഗവാൻ പ്രത്യക്ഷനായപ്പോൾ കർദമൻ അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, വേദങ്ങളിൽ ലോക നന്മയ്ക്കായി ജ്ഞാനകാന്ഡവും കർമ്മകാന്ഡവും ഉപദേശിച്ചിട്ടുണ്ട്. ഇതിൽ കർമ്മകാന്ഡത്തിൽപ്പെട്ടവർക്ക് നിഷ്കാമ ഭജനവും അതല്ലാത്തവർക്കായി സകാമ ഭജനവും അങ്ങ് പറഞ്ഞു തന്നിരിക്കുന്നു. സകാമികൾക്ക് 3 തരം കടങ്ങളാണ് ജന്മനാ സിദ്ധിക്കുക: ദേവകടം, ഋഷികടം, പിതൃകടം എന്നിവയാണ് അവ. വേദങ്ങൾ പഠിക്കുക വഴി ഋഷിമാരോടുള്ള കടം തീർക്കാവുന്നതാണ്. യജ്ഞം കൊണ്ട് ദേവന്മാരോടുള്ള കടം തീർത്ത് എടുക്കാം. സന്താനോൽപാദനം മാത്രമാണ് പിതൃപരമ്പരയോടുള്ള കടം, പിതൃകടം വീട്ടാനുള്ള വഴി. ഇവ നിറവേറ്റാതെ മോക്ഷപ്രാപ്തിക്കായി യജ്ഞിക്കുന്നത് പാപകരമാണ്. സകാമ ജന്മമാണ് എന്റേത്. അതുകൊണ്ട് എന്റെ കടങ്ങൾ തീർക്കാൻ ഉചിതയായ ഒരു ഭാര്യയെ അങ്ങെനിക്ക് അനുഗ്രഹിച്ചു തരിക. ഗൃഹസ്ഥാശ്രമം എന്നത് സംസാര ദുഃഖത്തിനുള്ള വഴിയായി തീരാറുണ്ട്. അങ്ങനെ വരാതിരിക്കാനായി ഉത്തമയായ സ്ത്രീ തന്നെ ഭാര്യയായി വരേണ്ടതുണ്ട്. ഇതു കേട്ട് ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു: ഭക്ത, അങ്ങയുടെ പ്രാർത്ഥന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ആഗ്രഹം എന്റെ അനുഗ്രഹത്താൽ സാധിച്ച് ലഭിക്കും. ഈ ഭൂമി മുഴുവൻ പരിപാലിക്കുന്നത് ബ്രഹ്മപുത്രൻ തന്നെയായ സ്വയംഭൂ മനു ആണെന്ന് അറിയാമല്ലോ. മനു ചക്രവർത്തി തന്റെ ഭാര്യയും പരിവാരങ്ങളുമൊത്ത് അങ്ങേ ദർശിക്കാൻ ഉടനെ എത്തും. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രായപൂർത്തിയായ കന്യകാപുത്രി ദേവഹൂതിയും ഉണ്ടായിരിക്കും. ചക്രവർത്തി അവളെ അങ്ങേക്ക് പത്നിയായി സമർപ്പിക്കും. അവളിൽ അങ്ങേക്ക് 9 കന്യകമാർ ജനിക്കും. അവരെ യഥാസമയം മഹർഷിമാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുക. പുത്രോൽപാദനം ചെയ്യണമെന്ന കൽപ്പന അങ്ങ് ബഹുമാനിക്കുന്നതിനാൽ അങ്ങയുടെ കടബാധ്യതകൾ
ഒഴിവായിക്കിട്ടും. അങ്ങനെ എല്ലാ കർമ്മങ്ങളും എന്നിലേൽപ്പിച്ച അങ്ങേക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുന്നതാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ ആയിരിക്കുമ്പോഴും എല്ലാ ജീവജാലങ്ങൾക്കും അന്നം ദാനം ചെയ്തുകൊണ്ടും ദയയോടെ അവരെ പരിചരിക്കുന്നതുകൊണ്ടും അങ്ങയുടെ ഗൃഹസ്ഥാശ്രമം ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും. സന്യാസത്തിലാകുമ്പോൾ സഹജീവികൾ എത്രയും സുഖമായി ഭവിക്കാൻ അങ്ങ് പ്രാർത്ഥിക്കുന്നതിനാൽ അങ്ങയുടെ ആത്മാവ് എന്നിൽ തന്നെ വന്ന് ലയിക്കും. അങ്ങയുടെയും ദേവഹൂതിയുടെയും പുത്രനായി ഞാൻ തന്നെയായിരിക്കും അവതരിക്കുക. പ്രകൃതി പുരുഷ ഈശ്വര ബന്ധം വേർതിരിച്ച് പുണ്യഭക്തർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരിക്കും എന്റെ അവതാര ഉദ്ദേശം. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ഗരുഡസമേതനായി അകന്നുപോയി. ബിന്ദുസരസിലെ പ്രകൃതിരമണീയമായ പ്രദേശത്ത് കർദമമുനി ചക്രവർത്തിയുടെ ആഗമനം പ്രതീക്ഷിച്ചിരുന്നു. അല്പം ദിവസങ്ങൾക്കകം സ്വയംഭൂമനു ചക്രവർത്തി തന്റെ ഭാര്യയും പരിവാരങ്ങളുമൊത്ത് അവിടെ എത്തിച്ചേർന്നു. മുനിയെ എല്ലാവരും നമസ്കരിച്ചു. കഠിന തപസ്സിനാൽ ശോഷിച്ച ശരീരമായിരുന്നു അദ്ദേഹത്തിന്റെയെങ്കിലും ജടാധാരിയായ അദ്ദേഹത്തിന്റെ രൂപം കടയാത്ത രത്നക്കല്ലിനെ അനുസ്മരിപ്പിച്ചു. തന്റെ മുന്നിലെത്തിയ ചക്രവർത്തിയോട് കർദമൻ ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മഹാരാജാവേ, ക്ഷത്രിയൻ ബ്രാഹ്മണനെ നമസ്കരിക്കേണ്ട കാര്യമില്ല. എന്നാൽ മഹാരാജാവായ അങ്ങയിൽ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഇന്ദ്രൻ, വായു, വരുണൻ, യമൻ, കാലൻ എന്നിങ്ങനെ അഷ്ടദിക്പാലകരുടെ അംശങ്ങൾ ജ്വലിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ അങ്ങ് ശ്രീഹരി മഹാവിഷ്ണുവിന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. സജ്ജന സംരക്ഷണത്തിനായി അങ്ങ് ഭൂമി ചുറ്റുന്നുണ്ട്. എന്നാൽ എന്റെ ആശ്രമത്തിൽ വന്നെത്തിയതിന് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഇതുകേട്ട് സ്വയംഭൂമനു സന്തോഷത്തോടെ തന്റെ വരവിന്റെ ഉദ്ദേശം അറിയിച്ചു. വേദവിധികളെ സമൂഹത്തിൽ സംരക്ഷിച്ചു നിർത്താനാണ് ഭഗവാൻ ബ്രാഹ്മണരെ സൃഷ്ടിച്ചത്. തപസ്, യോഗാഭ്യാസം, ഉപാസന തുടങ്ങിയ കർമ്മ അനുഷ്ഠാനങ്ങളിലൂടെ നിങ്ങൾ ധർമ്മം ആചരിക്കുന്നു. ഞങ്ങളുടെ ധർമ്മമാവട്ടെ ബ്രാഹ്മണരെ സംരക്ഷിക്കുക എന്നതാണ്. അങ്ങയെ ഞാൻ ഇപ്പോൾ സന്ദർശിച്ചത് എന്റെ മഹാഭാഗ്യമാണ്. എന്റെ പുത്രി ദേവഹൂതി, പ്രിയവ്രതൻ ഉത്തനാപാദൻ എന്നിവരുടെ സഹോദരിയാണ്. അങ്ങയെക്കുറിച്ച് നാരദ മഹർഷി എന്റെ പുത്രിയോട് പറഞ്ഞിരുന്നു. അതെല്ലാം കേട്ട് അങ്ങാണ് അവളുടെ അനുയോജ്യ പുരുഷൻ എന്ന് അവൾ സ്വയം കരുതിയിരിക്കുന്നു. അങ്ങ് വിവാഹം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. വിരോധമില്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമ കാര്യങ്ങളിൽ അങ്ങയെ പരിചരിക്കാൻ മനസ്ഥിതിയുള്ള ഇവളെ അങ്ങയ്ക്ക് ഭാര്യയായി സ്വീകരിക്കാം. ഭഗവാന്റെ അരുളപ്പാടനുസരിച്ച് തന്നെ സ്വയംഭൂമനു സംസാരിക്കുന്നത് കേട്ട് കർദമൻ ഇങ്ങനെ പറഞ്ഞു: വിശ്വവസു എന്ന ഗന്ധർവൻ അങ്ങയുടെ മകൾ രാജധാനിയുടെ മട്ടുപ്പാവിൽ പന്ത് കളിക്കുന്നത് കണ്ട് അവളുടെ സൗന്ദര്യശോഭയിൽ മോഹാലസ്യപ്പെട്ടു എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അങ്ങനെയുള്ള രാജകന്യകയെ ആരാണ് തള്ളിക്കളയുക? പക്ഷേ എന്റെ കാര്യത്തിൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ഒരേയൊരു നിബന്ധനയുണ്ട്. പിതൃകടം വീട്ടാനായാണ് ഞാൻ ഗൃഹസ്ഥാശ്രമിയാകുന്നത്. അത് കഴിയുന്നതോടെ ഞാൻ സന്യസിക്കാൻ പോകും. അതായത് ഒരു സന്താനം ഉണ്ടാകുന്നതുവരെ മാത്രമേ ഞാൻ ഗൃഹസ്ഥാശ്രമം ആചരിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞ് അദ്ദേഹം ധ്യാന സമാധിയിൽ മുഴുകി. കർദമ പ്രജാപതിയുടെ സമ്മതം കിട്ടിയതോടെ തന്റെ രാജവംശത്തിന്റെ ഐശ്വര്യത്തിന് ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ വിശിഷ്ടമായ ആഭരണങ്ങൾ, പാത്രങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ നൽകി സ്വയംഭൂമനു തന്റെ പുത്രിയെ വിവാഹം ചെയ്തു നൽകി.
ദീർഘകാലമായി തപസ്സു ചെയ്തിരുന്ന മഹർഷിയും തപശ്ചര്യങ്ങളെക്കുറിച്ചോ ആശ്രമ ജീവിതമെന്ന കഠിന ജീവിതത്തെക്കുറിച്ചോ യാതൊന്നും അറിയാത്ത രാജകന്യകയും അങ്ങനെ ബിന്ദുസരസിലെ മുനികുടീരത്തിൽ താമസമുറപ്പിച്ചു. തീവ്രമായ സാധനകളുടെ തപസ്യകളോടെയുള്ള ജീവിതമായിരുന്നു കർദമന്റേത്. ഇത്തരം ജീവിതത്തെക്കുറിച്ച് അതേവരെ യാതൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിലും തന്റെ ഭർത്താവിലുള്ള അചഞ്ചലമായ പ്രണയത്തോടെ ദേവഹൂതി അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളെല്ലാം മനസങ്കല്പത്തിലൂടെ അറിഞ്ഞ് അതിനൊത്തവിധം ജീവിച്ചു പോന്നു. പലതരം പൂജകൾക്കും യജ്ഞങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെറും മരവുരി ധരിച്ച് ആശ്രമത്തിലെ തുച്ഛഭക്ഷണം കഴിച്ച് വെറും നിലത്തുകിടന്ന് സർവയാതനകളും അവൾ പ്രണയപൂർവം സ്വീകരിച്ചു. വർഷങ്ങൾ നീണ്ട ഈ തപസ്യ കണ്ട് ഒരു ദിവസം കർദമമുനി ദേവഹൂതിയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഭവതിയുടെ ഭർതൃപരിചരണത്തിൽ ഞാൻ ഏറ്റവും പ്രസാദിച്ചിരിക്കുന്നു. വളരെ അസാധാരണമായ വിധത്തിലും ആശ്ചര്യകരമായ വിധത്തിലും ഉത്തമയായ ഭാര്യയായി തീർന്നിരിക്കുന്നു. അതിനാൽ എന്നെങ്കിലും ഞാൻ ഭവതിയെ ഉപേക്ഷിച്ചു പോയാൽ അതിനുശേഷവും കൈവശമുണ്ടാകുന്ന വരങ്ങൾ നൽകാൻ ഞാൻ തയ്യാറാണ്. എന്തൊക്കെയാണ് വേണ്ട വരങ്ങൾ എന്ന് മാത്രം പറയുക. തന്റെ ഭർത്താവിൽ നിന്നും അപ്രതീക്ഷിതമായി ഇപ്രകാരമുള്ള അഭിനന്ദന വാക്കുകൾ കേട്ട് ദേവഹൂതി ആശ്ചര്യപ്പെട്ടു. അതീവ ലജ്ജയോടെ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മഹാത്മാവേ, അങ്ങയോടുള്ള പ്രണയം മാത്രമാണ് എന്നെ ഇവിടെ ഇത്തരത്തിൽ കഴിയാനായി പ്രേരിപ്പിച്ചത് അഥവാ തയ്യാറാക്കിയത്. വിവാഹവേളയിൽ തന്നെ അങ്ങ് പറഞ്ഞിരുന്നു, ഒരു സന്താനത്തെ ലഭിച്ചാൽ അങ്ങ് സന്യാസത്തിന് പോയേക്കാം എന്ന്. അത്തരമൊരു സാഹചര്യത്തെ എങ്ങനെയാണ് ഞാൻ നേരിടുക എന്നെനിക്ക് പറഞ്ഞു തന്നാലും. ഗൃഹസ്ഥാശ്രമത്തിന്റെ ഉത്തമ ലക്ഷ്യം തന്നെ സത്സന്താനങ്ങളെ സൃഷ്ടിക്കുക എന്നതാണല്ലോ. എന്റെ മനസ്സിൽ മാതൃത്വത്തിനായുള്ള ദാഹമാണ് മറ്റേതൊരു സ്ത്രീയെയും പോലെ മുന്നിട്ടു നിൽക്കുന്നത്. എന്റെ ആഗ്രഹം അങ്ങേക്ക് അറിയുകയും ചെയ്യാം. എന്തിനാണ് എന്നെക്കൊണ്ട് തുറന്നു പറയിക്കുന്നത്? എന്തായിരുന്നു കർദമന്റെ മറുപടി? ആ കഥ നാളെ.